ഇസ്ലാമിക പ്രബോധനത്തിന്റെ മനോഹരമായ കവാടത്തിലൂടെ കടന്നു വന്നിട്ട് എന്റെ കരം പിടിച്ചിട്ട് മക്കാമണക്കരികള് അത്ഭുതത്തിന്റെ വീതിയിലാകയിട്ട് കടന്നു പോകാ ഒരു യുവാവിനെ എനിക്ക് ആവശ്യമുണ്ടെന്നല്ലോ റസൂൽ ദ്വാരക്കുമ്പോ അള്ളാഹു പടച്ചതമ്പുരാ കൊടുത്തതാണ്. ഊരിപ്പിടിച്ച വാളുമായിട്ട് അയിന മുഹമ്മദ് എവിടെ, മുഹമ്മദ് എവിടെ, മുഹമ്മദ് എവിടെ? ഇന്നാ മുഹമ്മദിന്റെ വീരവാരവും പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഞാൻ അവസാനിപ്പിക്കുകയാ. ഇന്നാ മുഹമ്മദിന്റെ ശിരസറ്റ് പോലെ കബന്ധത്തെ അറേബ്യൻ മണ്ണിന്റെ മണൽപ്പരികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഞാൻ തട്ടി ഉരുട്ടുന്നതാ. ഇന്നാ മുഹമ്മദിന്റെ രക്തമെന്റെ വാത്സലപ്പിൽ പുരട്ടിയിട്ടല്ലാതെ ഞാൻ മടങ്ങി വരൂല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയതാരാ? ഖത്താബിന്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. പക്ഷേ ആരംഭ റസൂൽ യുവാവിന് വേണ്ടിയിട്ട് ആർത്തിയോടെ ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന് പകരമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെല്ലുമ്പോ ആ പ്രവാചകന്റെ പരിശുദ്ധ വചനത്തിന്റെ മനോഹരമായ വചസ്സുകൾ കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളു ദൂരേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, എനിക്ക് നിങ്ങളുടെ മറം വേണം നബിയേ, എനിക്ക് നിങ്ങൾ പ്രബോധന പ്രവർത്തനത്തിനിറങ്ങുമ്പോ കൂടെ നടക്കണം റസൂലേ. ആകാശത്തിന്റെ അധിപൻ അല്ലാഹു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നബിയേ. ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സർവ്വ അത്ഭുതങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് പടച്ചവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നബിയേ. മക്ക അത്ഭുതപ്പെട്ടു പോലെ സഹാറത്താണ്, അറേബ്യൻ മണ്ണൊരുപോലെ അത്ഭുതപ്പെട്ടു പോയതാണ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാ പോലും ഉമർ മുസ്ലിമാകൂല എന്നൊരു ചൊല്ലുണ്ടായിരുന്ന മക്കത്ത്. പക്ഷേ പ്രവാചകൻ ഒരു യുവാവിന് വേണ്ടി ആഗ്രഹിച്ചു ദ്വാരന്നപ്പോ ഏത് യുവാവിനെയാണ് എന്റെ ഹബീബിന് കൊടുക്കുക? ഇസ്ലാമിക പ്രബോധനത്തിന് നിഴലുപോലെ താങ്ങായി തണലായി കൂടെ നിൽക്കാ എന്റെ മുത്ത റസൂലിന് ഞാൻ അറേബ്യൻ മണ്ണിൽ നിന്ന് ഏത് യുവാവിനെയാണ് കൊടുക്കുക? ഇന്നലെ വരെ കള്ളുകുടിച്ച് നടന്ന, ഇന്നലെ വരെ പെണ്ണ് പിടിച്ച് നടന്ന, ഇന്നലെ വരെ ഹറാമുകൾ ചെയ്ത, ഇന്നലെ വരെ പിറന്നു വീഴുന്ന പെൺമക്കളെ കഴുപ്പ് ഞെരിച്ചു കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത ഏതെങ്കിലും ഒരു വാപ്പാക്ക് പിറന്നു വീണ പെൺമക്കളെ കൊല്ലാ കൈവിറക്കുന്നെങ്കിൽ തന്റെ ചോരയിൽ പിറന്ന പുഞ്ഞോമന കുട്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു പിതാവിന്റെ കൈവിറക്കുന്നെങ്കിൽ കൊണ്ടുവരിക, ഈ ഉമർ മുറിച്ചു തരോ. ആ പിഞ്ചോമനയുടെ കഴുത്തി ഉമർ ലാഘവത്തോടെ അറുത്തു തരാ. ആ കുഞ്ഞിനെ കടയാൻ അനുവദിക്കാറ് പച്ച മണ്ണ് കുഴിച്ചിട്ട് പിഞ്ചു പൈതങ്ങള് ആ കുഴിപ്പട്ടിലേക്ക് ഞാൻ എടുത്തെറിഞ്ഞു തരാമെന്ന് ആവേശത്തോടെ പ്രഭാഷണം നടത്തിയ ഖത്താബിന്റെ മകനു മറതാ തന്റെ യുവത്വം അല്ലാഹു കൊടുക്കാൻ തീരുമാനിക്കുകയാ. ആരംഭ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന നബിയേ, ഇനി അനിസ്ലാമികമായ പ്രവർത്തനത്തിലേക്ക് ഞാനില്ല. ഇനി അവിടെന്ന് പറയുക ഈ ഉമർ ചെയ്യുന്നതാണ്. എന്ത് വേണം നബിയേ? ആരുടെ മുന്നിൽ പോയി പ്രബോധനം നടത്തണം നബിയേ? അങ്ങ് പേടിച്ചു മാറി നിൽക്കണ്ട റസൂലേ. പരസ്യ പ്രബോധനത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയിട്ട് അറേബ്യൻ മണൽത്തരികളെ അത്ഭുതപ്പെടുത്തിയിട്ട് ആദ്യമായി ആവേശത്തിന്റെ തക്ബീർ മുഴക്കിയിട്ട് നടന്നുപോയതാരോ? എന്റെ ഈ മനോഹരമായ മഞ്ചേരി കാരക്കുന്നിൽ പഠിച്ചുകൂടിയ 10,000ങ്ങളോട് പറയട്ടെ, അതൊരു യുവാവിന്റെ 2 കാൽപ്പാറങ്ങളായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഉമർ എന്ന് പറയുന്ന യുവാവായിരുന്നു. ആ ഉമർ എന്ന് പറയുന്ന യുവാവ് ഇനി തനിക്ക് ശേഷമുള്ള ജീവിതത്തിന്റെ തന്റെ ആയുസിന്റെ ബാക്കി ഭാഗം മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോ കടലുപോലെ സ്നേഹമൊഴുകി കിടക്കുന്ന മദീന മുനവ്വറയുടെ മുന്നിലേക്ക് ഇന്ന് ജനലക്ഷങ്ങൾ പഠിച്ചുകൂടുമ്പോ ആദ്യം നബി തങ്ങൾക്ക് സലാം പറഞ്ഞ, രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറഞ്ഞ, മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സലാം പറഞ്ഞു പോകുകയാണ്. എന്തേ കാരണമെന്നറിയോ? തന്റെ ശേഷിക്കുന്ന ജീവിതം മുഴുവനും പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോ താൻ ചെയ്തുപോയ പാപക്കറകളെ മുഴുവനും കഴുകി വെളുപ്പിച്ചുകൊണ്ട് പ്രഭ പരത്തുന്ന പ്രവാചകന്റെ പാരമ്പര്യത്തിലൂടെ നടന്നു പോകാൻ മനസ്സ് വെച്ചപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത വലിയ ഭാഗ്യമാണ്. അതാണ് ഗസ്സാലി ഇമാം പറഞ്ഞത്, വൽ മുഅ്മിനു യതസവ്വദു. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ പരലോകത്തിന്റെ
സുഖത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചതെന്തെന്നറിയോ? കള്ളുകുടിച്ച് ബോധമില്ലാതെ അറേബ്യൻ മണ്ണിൽ ഇത്രയും കരുത്തുറ്റ ഒരു യുവാവ് കടന്നു പോകുമ്പോ അവൻ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചത് മൻ ഒലബ അഖ്ലുഹു അലാ ശഹവതിഹി ഫഹുവ ഖൈറും മിനൽ മലായിക. അല്ലാഹു കൊടുത്ത ബുദ്ധിയെ, തന്റെ വികാരത്തെ തോൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയ, ഇന്ന് ഉമറിന് ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുസ്ലിം ആകണ്ടേ, കല്ല് ഹറാമാണെന്നറിയണ്ടേ, പെണ്ണിനെ നോക്കരുതെന്നറിയണ്ടേ, ഉമ്മയെ ബഹുമാനിക്കണമെന്നറിയണ്ടേ, അയൽവാസികളോടുള്ള ബാധ്യത അറിയണ്ടേ, തന്റെ യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് മാറ്റിവെക്കണമെങ്കിൽ അറിയേണ്ടുന്ന ഒരുപാട് നിയമാവലികളില്ലേ? അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയെ മൻ ഗലബ അഖ്ലുഹു അലാ ശഹവതിഹി, വികാരത്തെ തോൽപ്പിക്കുന്ന വിവേകം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പകർന്നു കൊടുത്ത വഹുവ ഖൈറും മിനൽ മലായിക, മലക്കുകളെക്കാൾ രാവും പകലുമില്ലാതെ എപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകള് യസ്അലൂന മാ തുഅമറൂ, അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നത്, അല്ലാഹു എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്ന മലക്കുകളുണ്ടല്ലോ. 24 മണിക്കൂർ ജീവിതത്തിന്റെ സർവ്വസമയങ്ങൾ സുജൂദിൽ കിടക്കുന്ന മലക്കുകള്, ജീവിതത്തിന്റെ സർവ്വസമയവും റുകൂയിൽ കിടക്കുന്ന മലക്കുകള്, ജീവിതത്തിന്റെ സർവ്വസമയവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന അമലുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി മാത്രമുള്ള മലക്കുകള്. ആ മലക്കുകളെക്കാൾ അറേബ്യൻ മണ്ണിന്റെ ഒരാൾക്ക് ഉയരണമെങ്കിൽ അവന്റെ വികാരത്തെ തോൽപ്പിക്കുന്ന വിവേകം അവനുണ്ടാകട്ടെ. മലബാറിന്റെ മഞ്ചേരിയുടെ തീരത്ത് തടിച്ചുകൂടിയ 10,000-കണക്കിന് രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, പെണ്ണെന്ന് എഴുതി കാണിക്കുമ്പോ പടച്ചവനെ തള്ളിക്കളയുന്ന, നോട്ടുകെട്ടുകൾ ആവശ്യം വരുമ്പോ ഹറാമ് മറന്നിട്ട് പലിശക്കാരന്റെ ആസനം താങ്ങുന്ന, കള്ളിന്റെ മാസുമരികമായ രുചിയുടെ തലച്ചോറിലേക്ക് ഇടിച്ചു കയറുമ്പോ പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുഖലോലവ സ്വർഗത്തിന്റെ സുന്ദരമായ പാനീയം മറക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, കടല് കടന്ന് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് പാലുകുടി മാറാത്ത പ്രിയപ്പെട്ട മക്കളെ വലിച്ചെറിഞ്ഞ് കാമുകന്റെ സുഖരസം തേടിയിട്ട് കാമുകിമാരായി ചമഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന മലബാറിന്റെ പെങ്ങളെ, തല തുറന്നിട്ടുകൊണ്ട് ആഡംബരം പുറത്ത് കാണിച്ചുകൊണ്ട് ശരീരത്തെ സൗന്ദര്യത്തെ കാമവെറിയന്മാരായ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാ, മഞ്ചേരിയിലെ ടൗണിലൂടെ ചാഞ്ഞും ചരിഞ്ഞും നടന്നുകൊണ്ട് പല്ലിളിച്ച് കാണിക്കുന്ന പെണ്ണേ, അല്ലാഹു തന്ന ചെറുപ്പത്തിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല പൊന്നുമോളെ, നിനക്കറിയില്ല. നിന്റെ മനസ്സ് തോന്നുന്ന വിചാരങ്ങളെ തോൽപ്പിക്കണം നിന്റെ ബുദ്ധി ചെറുപ്പക്കാരാ. അവിടെയാണ് പൊന്നുമോനെ നമുക്ക് വിജയിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ കയ്യുസുമന്താന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്നറിയോ? പള്ളിയിൽ പോകുന്ന സമയത്തോലും ബിസിനസിന് വേണ്ടി ചിന്തിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ ആലിമീങ്ങൾ വന്നിട്ട് വാള് പറയുന്ന മഞ്ചേരിയിലെന്ന് പറയുമ്പോ നിനക്ക് വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് കൈമലത്തി കാണിച്ചിട്ട് കൂട്ടുകാരനോടൊപ്പം ക്ലബിൽ വട്ടം കൂടിയിരുന്നുകൊണ്ട് നുണ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവനല്ല. ആരാണ് ബുദ്ധിമാനെന്നറിയോ? മഞ്ചേരിയിലെ പെങ്ങളെ, അരിബാങ്കിന്റെ മനോഹരമായ നാദം നിലയ്ക്കുന്നതിന് മുമ്പ് വീട്ടിന്റെ മുന്നിൽ നിന്നെ മനസ്സിനെ കിളിപ്പെടുത്തുന്ന മോശമാറ ചിത്രീകരണത്തിന്റെ മുന്നിൽ പല്ലിളിച്ചിരുന്നുകൊണ്ട് സമയം കളയുന്ന പൊന്നുമോളെ, ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മഞ്ചേരിയിൽ വന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ നിനക്കിനിയ സമയമായില്ലേ പൊന്നുമോനെ? ഉമ്മമാരെ ചവിട്ടുന്ന വാപ്പമാരെ കൊല്ലുന്ന എത്രയോ കാമുകിമാർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളെ തള്ളിക്കളയുന്ന, ബിസിനസ് വേണ്ടിയിട്ട് പടച്ചതമ്പുരാനെ തള്ളിമാറ്റുന്ന, കള്ളും കഞ്ചാവും തലയ്ക്ക് പിടിച്ചു ബോധമില്ലാതെ അല്ലാഹു തന്ന ആയുസ്സിനെ വഴിവെക്കൽ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആണും പെണ്ണും മലബാറിന്റെ തീരത്ത് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുമ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കരം കവർന്ന് മുത്തം കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്ത് കൊണ്ടുവന്നിട്ട് മദീന മുനവ്വറയുടെ റൗള ശരീഫിന്റെ ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കിടക്കാടമൊരുക്കി കൊടുത്തുപോലെ ചരിത്രത്തിന്റെ പശ്ചാത്തലം ചിന്തിക്കാ. എന്റെ മലബാറിന്റെ തീരത്തെ ചെറുപ്പക്കാരാ, നിനക്കൊന്നൊരുങ്ങിക്കൂടെ? ശരീരം മിനിക്ക
പെരുക്കാൻ മെനക്കെടുന്ന ചെറുപ്പക്കാരാ, മസിൽ പെരുക്കാൻ മെനക്കെടുന്ന ചെറുപ്പക്കാരാ, ചുണ്ട് ചമപ്പിക്കാൻ മത്സരിക്കുന്ന പെങ്ങളെ, ശരീരത്തിന്റെ സൗന്ദര്യം കഴുകന്മാർക്ക് കൊത്തിവലിച്ചിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിച്ചമഞ്ഞ് നടക്കുന്ന എന്റെ മലബാറിന്റെ പെങ്ങളെ, ഒരു മാറ്റം നമുക്ക് അനിവാര്യമല്ലേ?